ഹലോ, ഗുഡ് മോർണിംഗ് എവരി വൺ. ഈ കാര്യം പറയാനായിട്ടാണ് എത്തിയത്. ഇതെൻ്റെ അത്തിയാണ് കേട്ടോ. ഇതിലൊരു 3 പഴങ്ങളുണ്ടായതായിരുന്നു. കായ്കളെ പഴുത്തു. ഞങ്ങളവിടെ അത് ഉപയോഗിക്കുകയും ചെയ്തു. ഇത് പ്രധാനമായിട്ടൊന്ന് വീഡിയോ ഇടാനുള്ള മെയിൻ കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, എന്തോ ഒരു ചൂടാണെന്നറിയാം. ഇപ്പോൾ ഭയങ്കര ചൂടാണ് വേറെ. പക്ഷേ എന്നാലും ഉണ്ടല്ലോ, എൻ്റെ റോസ് പെണ്ണ് അന്നേരം പൂ തരാനായിട്ട് മറന്നിട്ടില്ല. ഇത് കണ്ടില്ലേ, അവിടെ ഒരു പൂവൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് രാവിലെ, സുന്ദരിമണിയായിട്ട്. ഓക്കെ, ഇത്രയും ചൂടത്തും എനിക്കൊരു പൂ തന്നല്ലോ. താങ്ക് യു സോ മച്ച്. താങ്ക് യു. റോഡിൽ നിന്നുള്ള ഭയങ്കര സൗണ്ടാണ് രാവിലെ തന്നെ. വണ്ടികൾ ധാരാളം പോകുന്നതിൻ്റെ ഭയങ്കര ഒരു ഇതുണ്ട്. നമ്മുടെ 8 മണിച്ചെടിയും 10 മണിച്ചെടിയും ഒക്കെ ആയിട്ട് അവരെന്നും പൂക്കൾ തരും. അതാണ്, പൂക്കൾ തരിക എന്നുള്ളതാണ് അവരുടെ മെയിൻ ജോലി എന്ന് പറയുന്നത്. ഞാനൊരു 2-3 ഞങ്ങൾക്കിവിടെ ഒരു യൂണിവേഴ്സിറ്റി ഉണ്ട്. ഞാൻ ഡ്യൂട്ടിക്ക് പോയിട്ട് വരുന്ന വഴിക്കായിട്ടാണ് അവിടെ ഒരു ഗാർഡൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. റോഡിനോട് ചേർന്ന് കുറച്ച്. ഇത് 8 മണിച്ചെടിയാണെന്ന് തോന്നുന്നു. ഇല്ല, അതെ, 8 മണിച്ചെടി ചെടിയാണിത്. 8 മണിച്ചെടിയാണിത്. എന്ത് പറ്റിയെന്നറിയാമോ? ഇത് അന്നേരം ഞാൻ ഒരു തണ്ട് ഉണങ്ങി, വെള്ളമൊന്നും ഇല്ലാണ്ട് ഈ ഉണങ്ങി നിൽക്കുന്ന സമയമായിരുന്നത്. ആ സമയത്ത് ഞാൻ 2 തണ്ട് എടുത്തുകൊണ്ട് വന്ന് ഇങ്ങനെ മുറിച്ച് നട്ടതാണ്. ഇതിപ്പോൾ കണ്ട ബുഷിയായിട്ട് ഇത്രയുമായിട്ട് വേണം. ഇപ്പോഴും കുഴപ്പമില്ലാതെ നമ്മുടെ ഇത് ജമന്തിയാണ്. ഞങ്ങൾ കുറേ ഭാഗമൊക്കെ കരിഞ്ഞൊക്കെ പോയി. ഞാൻ ഓർത്ത് ഈ ചൂടത്തെല്ലാം നഷ്ടപ്പെട്ട് പോകുന്നൊക്കെ കരുതി. പക്ഷേ അവൾ നല്ലതായിട്ട് വളർന്നു വരുന്നുണ്ട്. നല്ലൊരു കാര്യമാണ്. ഇതിൻ്റെ അകത്ത് കുറച്ച് ചെടികളൊക്കെ നടണമെന്ന് വരും. പക്ഷേ ഉണ്ടല്ലോ, എൻ്റെ പ്രാവുകുട്ടന്മാർ കുറേ പേര് ഇങ്ങോട്ട് വന്നിട്ട് തന്നെ വല്ലാണ്ട് ശല്യം ചെയ്ത് ഇതെല്ലാത്ത എന്തൊക്കെ നട്ടാലും അതെല്ലാം കുത്തി അങ്ങോട്ട് കളയും. എന്താണെന്നറിയില്ല, അവർക്ക് ഇതിൻ്റെ അത് ചെടി ഇരിക്കുന്ന അത്ര അങ്ങോട്ട് ബോധിച്ചിട്ടില്ല. ഈ 8 മണിച്ചെടിയുടെ ഇതെല്ലാം താഴേക്ക് വളർന്ന് മിക്കവാറും ഇതെല്ലാം കൂടെ ഒടിഞ്ഞ് പറഞ്ഞ് താഴേക്ക് വീഴാൻ സാധ്യത കാണുന്നുണ്ട്, ഭാരം കാരണം. ഇവിടെ ആണെങ്കിൽ ഉണ്ടോ, ഇങ്ങോട്ട് ചൂടൊക്കെ കരിഞ്ഞുണങ്ങി ഒരു പരുവായി. എന്നാലും മണത്തിനൊരു കുറവില്ല, നല്ല സുഗന്ധമുണ്ട് കേട്ടോ. പൂ തരണോ വേണ്ടയോ എന്നുള്ള ആലോചനയിലാണ് ഇവരൊക്കെ. പൂ ഇതുണ്ട്, ഈ പറയത്തക്ക പോലെ ഇത് വളരെ ഇതിൻ്റെ ഇതളുകളൊക്കെ വളരെ ലോലമായിട്ടുള്ളതാണ്. ഈ ചൂടത്ത് അങ്ങോട്ട് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. എത്രയൊക്കെ നമ്മൾ വെള്ളം ഒഴിച്ചെന്ന് പറഞ്ഞാലും എന്താ പറയുക, അങ്ങ് ചൂടങ്ങ് വല്ലണ്ടേ. വേറൊരു കാര്യം നിങ്ങളെ കാണിക്കാനുണ്ട് സുഹൃത്തുക്കളെ. ഇത് കണ്ടോ, എൻ്റെ സുന്ദരിമണി. ഇതിന് ഞങ്ങൾ ഗന്ധരാജൻ, ഇത് വേറൊരു വെറൈറ്റി ഗന്ധരാജനാണ്. ഇത് നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന ടൈപ്പ് ഗന്ധരാജൻ. ഇവള് ഒരു പൂവോ അല്ലെ എനിക്കൊന്ന് 2 പൂ മാക്സിമം തന്നിട്ടുണ്ട് ഇത് വെച്ചതിന് ശേഷം. അതിനുശേഷം വളരെ ക്ഷീണിതയായിട്ട് ഇങ്ങനെ നിൽക്കുക. തരണോ വേണ്ടയാ. ഇതിപ്പോൾ 2ാമത്തെ തവണയാണ് പൂക്കളുണ്ടാകുന്നതിൽ. നല്ല മണ്ണാണ്. വേറൊരാളൂടുണ്ട് കൂട്ടത്തിൽ നന്നായിട്ട് പൂക്കളൊക്കെ തന്നിട്ടുണ്ട്. ഇതാണ്. പിന്നെ 8 മണിച്ചെടി ഉണ്ട് ഇവിടെ. പൂവായി വരുന്നതേ ഉള്ളൂ, സമയമായില്ല. അപ്പോൾ ഒരു 6-7 മണി ആവുന്നതേ ഉള്ളൂ. സമയം എക്സാക്റ്റ് നോക്കുവാണെങ്കിൽ 7 മണി, 6:45-7 മണിയായിട്ടാണ് തോന്നുന്നു. ഇത് നമ്മുടെ വൈറ്റ് അരളിയാണ്. ചൂട് കാരണം ഒരു നിർവാഹമില്ലെന്നേ, ഭയങ്കരമായിട്ട് പൂക്കൾ കരിഞ്ഞു പോവാം. ഇതാണ് അല്ലേ, പിങ്കനും തന്നിട്ടുണ്ട്. പിങ്കൻ പൂവും വൈറ്റൻ പൂവും. റെഡ് കളറിലെ ആൾക്ക് ജീവിക്കണോ വേണ്ടതെന്ന് പോലും ഒരു ആഗ്രഹമില്ലാതെ നിൽക്കുകയാണ്. എവിടെയോ മുല്ലപ്പൂ ഒരെണ്ണം തരാനുള്ള ഒരു വ്യഗ്രതയിലുണ്ടായിരുന്നു. മുല്ലപ്പൂവിനൊക്കെ ധാരാളം എന്ന് പറയാനില്ല. ധാരാളം എന്ന് പറഞ്ഞാൽ തെറ്റായി പോകും. പക്ഷേ അതിൻ്റെ വലിപ്പം അനുസരിച്ചുള്ള പൂക്കളൊക്കെ തരുന്നുണ്ട്.
വേറൊരു സുന്ദരിമണി ഇവിടെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഇല്ല, ഇങ്ങനെ പാത്തൊളിച്ച് നിൽക്കാവളം. എൻ്റെ മുല്ലപ്പൂവ് അടിപൊളി കണക്കിട്ട് പൊഴിഞ്ഞും തന്നു. പിന്നെ ഇവിടെ ഒരു ചെമ്പരത്തി, ഹോളണ്ട് ചെമ്പരത്തിയാണ്. പൂവാറാകുമ്പോഴത്തേന് അതിന് ചൂട് സഹിക്കാൻ മേലാതെ അതങ്ങോട്ട് പൊഴിഞ്ഞു പോകും. ഇപ്പോഴത്തെ അവസ്ഥ ഇങ്ങനെയാണ്. ചെമ്പരത്തി ഞാൻ ഒരു പൂ പോലും തരില്ല എന്ന് പറഞ്ഞു വാശിയിൽ. നിങ്ങൾക്ക് നിങ്ങളൊക്കെ എന്നോട് വാശി കാണിക്കും. നിങ്ങൾ വാശി കാണിച്ചില്ല പിന്നെ ആരാ എന്നോട് വാശി കാണിക്കുന്നത്? കാണിക്കും കേട്ടോ, വാശി കാണിക്കും. ഇത് റോസ. ഇതേക്കാണേ ഒരു പൂ തന്നപ്പോൾ പിന്നെ ഒരു പൂ തരണമെന്നോ അതിലൊരു മുട്ടുണ്ടാവണമെന്നോ അങ്ങനൊരു വിചാരമേ ഇല്ല. എനിവേ, ഈ ചൂടത്തും ജീവനോടുണ്ടല്ലോ അതിലെനിക്ക് സന്തോഷമുണ്ട്. പിന്നെ വേറൊരു രക്ഷയാണ്, ഞാനിവിടെ ഇച്ചിരി പന്തലൊക്കെ കെട്ടിക്കൊടുത്തിട്ടുണ്ട്. പാഷൻ ഫ്രൂട്ട് പണ്ടൊരു പ്രാവശ്യം വീഡിയോ ഞാൻ കാണിച്ചിട്ടുണ്ട്. അത് ഇത്രയും വരെ ആയി. സന്തോഷം, ഇത്ര വരെ ആയല്ലോ. ബോഗൺവില്ലയും വെള്ളോട്ട് കയറി പോകുന്നതല്ലാതെ വലിയ താല്പര്യമൊന്നുമില്ല പൂ തരണമെന്നൊന്നുമേ. ഞാൻ മുറിക്കുന്നില്ല, ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ശരിയാവില്ല മക്കളെ കേട്ടോ. നിന്നെ കട്ട് ചെയ്യുന്ന ഇതെൻ്റെ മുരിങ്ങച്ചെടിയെ. മുരിങ്ങ മേളിൽ ഞാൻ മുറിച്ച് വിട്ട് അധികം ശിഖരങ്ങളൊന്നും ആവാതെ മേളിലോട്ട് നീണ്ടു പോകണ്ടെന്ന് കരുതിയിട്ടാണ്. അതിന് മേളിൽ ഇവിടെ വരെ ആയിട്ടുണ്ട്. ഒക്കെയാണ് വിശേഷങ്ങൾ. അതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ വീണ്ടും നമ്മൾ കാണുന്നവരെ ബൈ.